ഹായ് ഓൾ, ഞാനിന്ന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു വാക്ക് പരിചയപ്പെട്ടു. വാക്ക് നേരത്തെ അറിയാം, പക്ഷെ അതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. വാക്ക് ഉബുണ്ടു എന്നാണ്. അപ്പോൾ ഉബുണ്ടു സോഫ്റ്റ്വെയറിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഉബുണ്ടു എന്ന വാക്ക് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. അപ്പോൾ ഈ വായിച്ച ആർട്ടിക്കിളെല്ലാം അതിനെ ആസ്പദമാക്കിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഷെയർ ചെയ്യാമെന്ന്. കാരണം ഒരുപാട് പേർക്ക് അറിയായിരിക്കും, പക്ഷേ അറിയാത്ത ചിലരെങ്കിലും കാണുമല്ലോ. അപ്പോൾ ഉബുണ്ടു എന്ന് പറയുന്നത് ഒരു സൗത്ത് ആഫ്രിക്കൻ ഫിലോസഫിക്കൽ കോൺസെപ്റ്റ് ആണെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ഒരു ആഫ്രിക്കൻ കോൺസെപ്റ്റ് ആണത്. ഉബുണ്ടു എന്ന വാക്കിൻ്റെ അർത്ഥം ഹ്യൂമാനിറ്റി ടു അതേഴ്സ് എന്നാണ്. അപ്പോൾ അതൊരു രസകരമായിട്ടുള്ളൊരു കഥയും അതിൻ്റെ പിന്നിലുണ്ട്. ഒരു ആന്ത്രോപോളജിസ്റ്റ് അവിടുത്തെ ഒരു ഇൻഡിജീനിയസ് ട്രൈബൽ പോപ്പുലേഷനെ കുറിച്ച്, അതായത് അവിടുത്തെ ആ ഒരു സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോവുകയാണ് ആഫ്രിക്കയിലേക്ക്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കുറേ കുട്ടികളെ കണ്ടു. അപ്പോൾ അദ്ദേഹം ഒരു ട്രീയുടെ കുറച്ച് ഫ്രൂട്ട്സ്, നല്ല പഴുത്ത കുറച്ച് പഴങ്ങളൊക്കെ ഒരു കൊട്ടയിലാക്കി വെച്ചിട്ട് ദൂരെ മാറ്റി വെച്ചിട്ട് ഈ കുട്ടികളോട് പറഞ്ഞു, ഞാൻ വിസിലടിക്കും, അപ്പം ആദ്യം ഓടി വന്ന ആ പഴം ആരാണോ എടുക്കുന്നത് അല്ലെങ്കിൽ ആ കൊട്ടയിൽ തൊടുന്നത് ആരാണോ അവർക്കുള്ളതാണ് പഴം മുഴുവനും എന്ന് ആ കുട്ടികളോട് പറഞ്ഞു. അപ്പോൾ ചെറിയ കുട്ടികളാണ്. അപ്പോൾ അദ്ദേഹവും വിചാരിച്ചത് ഇവർ ഓടി വന്ന് എടുക്കുമെന്നാണ്, നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം വിസിലടിച്ചു. അദ്ദേഹം നോക്കുമ്പോൾ ഉണ്ട് എല്ലാവരും കൈ കോർത്ത് പിടിച്ച് ഒരുമിച്ച് വരുന്നു, ആ കൊട്ടയിൽ തൊടുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമായി. അദ്ദേഹം ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ, ഞാൻ ഇതല്ല എക്സ്പെക്ട് ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഒരു കുട്ടി പറഞ്ഞു, ഞങ്ങൾ ഉബുണ്ടു ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് എന്ന്. അപ്പോൾ ഈ ഉബുണ്ടു എന്താണെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് അത്ര: എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരാൾ മാത്രം എങ്ങനെയാണ് സന്തോഷമായിട്ടിരിക്കുക എന്നാണ് ആ കുട്ടി ചോദിച്ചത്. ഷെയർഡ് ജോയ് എന്ന കോൺസെപ്റ്റ് നമ്മുടെ സമൂഹം നമ്മളെ എപ്പോഴും പഠിപ്പിക്കാറ് കോമ്പറ്റീഷനെ കുറിച്ചാണ്, പക്ഷെ കോപ്പറേഷനെ കുറിച്ച് അധികം ആരും സംസാരിക്കാറില്ല. കുട്ടികളോട് പോലും കോമ്പറ്റ് ചെയ്യണം എന്നാണ് പറയാറ് നമ്മൾ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വളരെ രസകരമായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.